സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ പഠിക്കാനുള്ള ഷാലോം ടിവിയുടെ ഒരു പഠന ശിബിര പ്രോഗ്രാമാണ് സി കാറ്റ്. സി കാറ്റിലൂടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയവുമായി സി കാറ്റിലെത്തിയിരിക്കുകയാണ്. സി കാറ്റിൽ ഈ വിഷയങ്ങൾ നമ്മളോട് സംസാരിക്കുകയും നമ്മുടെ സംശയങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് ഷാലോം പ്രേക്ഷകർക്ക് ഏറ്റവും സുപരിചിതനായ CBCI ദേവീശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറും വികാരി ജനറലുമായ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. അച്ഛനെ വളരെ ഹൃദയപൂർവ്വം ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സി കാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ ഈ വിഷയങ്ങൾ പഠിക്കുന്നതിനും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുമായി നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ഒറ്റത്തൈ സെൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിലെ മതാധ്യാപകരാണ്. അവരുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ഷിബു കീച്ചങ്കിരി അച്ഛനോടൊപ്പം വളരെ താല്പര്യപൂർവ്വം വളരെ നന്നായിട്ട് ഈ വിഷയത്തിൽ അവരുടെ സംശയങ്ങളും മറ്റും ചോദിക്കാൻ തക്കവണ്ണം ചർച്ചയിൽ പങ്കെടുക്കാൻ തക്കവണ്ണം തയ്യാറായി എത്തിച്ചേർന്നിരിക്കുന്ന മതാധ്യാപകരായ നിങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് ഈ സി കാറ്റിലേക്ക് വളരെ താല്പര്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സി കാറ്റിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 946 ഖണ്ഡിക മുതലുള്ള പുണ്യവാന്മാരുടെ ഐക്യം എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ഈ ലോക ജീവിതത്തിലും വരാനിരിക്കുന്ന കാലത്തിലും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട അടിസ്ഥാനപരമായ ചില സംഗതികൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ചർച്ചയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി വളരെ സ്നേഹപൂർവ്വം പാംബ്ലാനി അച്ഛനെ ക്ഷണിക്കുന്നു. മരിച്ചു കഴിഞ്ഞ് ഈശോ പാതാളത്തിലേക്ക് പോയി എന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഉയർപ്പിന് മുമ്പുള്ള 3 ദിവസം ഈശോയുടെ ആത്മാവ് എവിടെയായിരുന്നു? ഇവർ ആത്മാക്കളെ വിട്ടുള്ള ഒരു ചോദ്യമില്ല ഇവർക്ക്. ഈശോയുടെ ആത്മാവ് എവിടെയായിരുന്നു അല്ലേ? 3 ദിവസം ഈശോയുടെ ആത്മാവ് ലൂക്കാ സുവിശേഷകനും മത്തായി സുവിശേഷകനും മർക്കോസ് സുവിശേഷകനും പറഞ്ഞു, പിതാവേ അങ്ങേ കൈകളിലേക്ക് എൻ്റെ ആത്മാവിനെ തരുന്നു. അപ്പോൾ ഈശോയുടെ ആത്മാവ് എവിടെയായിരിക്കും? പിതാവിൻ്റെ പക്കലായിരിക്കും. വാസ്തവത്തിൽ ഈശോ പാതാളങ്ങളിൽ ഇറങ്ങി 3 ദിവസം ഈശോയുടെ ആത്മാവ് പാതാളത്തിൽ പോയി റെസ്റ്റ് ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണോ ചെയ്തത്? ഇതാണ് അരുണിൻ്റെ ചോദ്യം. ആ ദിവസങ്ങളിൽ എന്തൊക്കെയായിരുന്നു സംഭവിച്ചതെന്ന്? ആ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല അരുൺ. അതാണ് ഒരു അല്ല, എനിക്കറിയാം അരുൺ ഈ ചോദിക്കുന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കേരളത്തിൽ തന്നെ ചില വിഘടിത ഗ്രൂപ്പുകൾ ഈ ഒരാശയം പറഞ്ഞ് വിശ്വാസികളുടെ ഇടയിൽ തെറ്റിദ്ധാരണ നടത്താൻ പരിശ്രമിക്കുന്നുണ്ട് അല്ലേ? അതിനുള്ള പലരെയും ഞാനും കണ്ടിട്ടുണ്ട്. അരുണിൻ്റെ ഈ ചോദ്യം വളരെ അർത്ഥമുള്ള ചോദ്യമാണ്, കാലിക പ്രസക്തിയുള്ള ചോദ്യമാണ്. അതായത് അവർ പറയുന്നത് ഈശോ ഈ 3 ദിവസം പാതാളത്തിനടിയിൽ ചെന്നേച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് പരിധി നടന്നേച്ചിട്ട് അതിനകത്ത് കൊള്ളാവുന്ന ആത്മാക്കളെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലോട്ട് പൊക്കോളാനും പറഞ്ഞ് കയറ്റി വിട്ടു എന്നാണ് ഇവരുടെ വാദം. അല്ല, ഈശോ പാതാളങ്ങളിൽ ഇറങ്ങി. നമ്മൾ ഇതിനു മുമ്പുള്ള ചില എപ്പിസോഡുകളിൽ ഈ വിഷയം സമഗ്രമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനെ കൂടുതൽ ആഴത്തിൽ വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പാതാളത്തിൽ ഇറങ്ങി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് 2 അർത്ഥങ്ങളാണ് അവിടെയുള്ളത്. ഒന്ന്, ഈശോയുടെ മരണം സത്യമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പാതാളം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലമില്ല. നമ്മുടെ വിശ്വാസം അനുസരിച്ചും അങ്ങനെ ഒരു സ്ഥലമില്ല. സ്വർഗവും ഭൂമിയും നരകവും ഉണ്ട് അല്ലേ? മാതാവിനെ ത്രിലോകരാജ്ഞി എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ചിലർ പറയുന്നുണ്ട് അത് പാതാള രാജ്ഞിയാണ് മാതാവെന്ന്. അതെയോ? പാതാളം ഇല്ല, പാതാളത്തിനൊരു രാജ്ഞിയുടെ ആവശ്യമില്ല. മാതാവ് ത്രിലോകരാജ്ഞി എന്ന് അവളെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അമ്മ ഭൂമിയിലായിരിക്കുന്ന നമ്മുടെ അമ്മയാണ്, സ്വർഗത്തിലായിരിക്കുന്ന വിശുദ്ധരുടെ അമ്മയാണ്, ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കളുടെ അമ്മയും പരിശുദ്ധ അമ്മ തന്നെയാണ്. അതുകൊണ്ടാണ് അമ്മയെ ത്രിലോകരാജ്ഞി എന്ന് വിളിക്കുക, അല്ലാതെ പാതാള രാജ്ഞി എന്നുള്ള അർത്ഥത്തിലല്ല.
ഈ പാതാളം എന്ന് പറഞ്ഞതിലൂടെ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൂടെ നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയാം, ഇതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈശോ പാതാളങ്ങളിൽ ഇറങ്ങി എന്നുള്ള ആ ഒരു വിശ്വാസ സത്യം ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ കൂട്ടിച്ചേർക്കുന്നത് സ്യൂഡോ അഗസ്റ്റിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സഭാപിതാവാണ്. 364 അത് കൂട്ടിച്ചേർക്കുന്നത്. കാരണം ആ കാലഘട്ടം അപ്പോളിനാരിയൻ പാഷണ്ഡതയുടെ കാലമായിരുന്നു. അപ്പോളിനാരിയൻ പാഷണ്ഡത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഈശോ മിശിഹ യഥാർത്ഥത്തിൽ കുരിശേ മരിച്ചൊന്നുമില്ല. അവിടുന്ന് ഇങ്ങനെ കുരിശയിൽ അഭിനയിക്കുമായിരുന്നു. ആ ഊ ഓ എന്നൊക്കെ പറഞ്ഞ് അടിയേക്കുമ്പോൾ, ആണി അടിക്കുമ്പോൾ ഇങ്ങനെ വേദന അഭിനയിച്ചു. ഈശോയ്ക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ ശരീരമൊന്നും ഇല്ല. അതുകൊണ്ട് ഈശോയ്ക്ക് മരിക്കാനും പറ്റിയ, ദൈവമായ ഈശോയ്ക്ക് മരിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് ഈശോയുടെ പീഡാനുഭവവും മരണവും ഒരഭിനയം മാത്രമായിരുന്നു എന്ന് വാദിച്ച പാഷണ്ഡതയാണ് അപ്പോളിനാരിയൻ പാഷണ്ഡത. ഈ പാഷണ്ഡതയെ എതിർക്കാൻ വേണ്ടി റൂഫീനസ് എന്ന സഭാപിതാവാണ് ആദ്യമായി ഈ ഒരാശയം രൂപീകരിക്കുന്നത്. അത് വിശ്വാസ പ്രമാണത്തിൽ ചേർത്തത് സ്യൂഡോ അഗസ്റ്റിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സഭാപിതാവാണ്. എന്താണ് അവർ ഉദ്ദേശിച്ചത്? ഈശോ മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ, പാതാളം എന്നവിടെ പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ ഉദ്ദേശിക്കുന്നത് മരിച്ചവരോടൊത്ത്, അതായത് കല്ലറയിൽ ഏതൊരു മനുഷ്യൻ മരിച്ചാൽ കല്ലറയിൽ കഴിയുന്നുവോ അതുപോലെ ഈശോയും കഴിഞ്ഞു 3 നാൾ എന്ന് പറഞ്ഞാൽ, ഈശോയുടെ മരണം സത്യമായിരുന്നു. അവൻ സത്യമായും മരിച്ചു, സത്യമായും സംസ്കരിക്കപ്പെട്ടു, സത്യമായും കല്ലറയിൽ 3 നാൾ കഴിഞ്ഞു എന്നതാണ് പാതാളത്തിൽ ഇറങ്ങി എന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. ഇനി രണ്ടാമത്തെ അർത്ഥം എന്താണ്? ഈ ഈശോ പാതാളങ്ങൾ ഇറങ്ങി എന്ന് പറയുമ്പോൾ, പാതാളം യഹൂദ വിശ്വാസമനുസരിച്ച് മരിച്ചവരുടെ വാസസ്ഥലമാണ്. മരിച്ചവരുടെ വാസസ്ഥലം എന്നാണ് അവർ പാതാളത്തെ വിശേഷിപ്പിച്ചിരുന്നത്. അതിന് 2 തട്ടുകളുണ്ടെന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഒന്ന് പറുദീസ എന്ന് പറഞ്ഞ അബ്രാഹത്തിൻ്റെ മടിത്തട്ട്, പറുദീസ എന്നൊക്കെ പറയുന്നൊരു തട്ടുണ്ട്. അതെന്താണ്? നീതിമാന്മാരായ ആളുകൾക്കുള്ള സ്ഥലമാണ്. ദുഷ്ടന്മാർക്ക് ഇടുന്നൊരു സ്ഥലമുണ്ട്, അതാണ് ഗേഹന്ന എന്ന് പറയുന്നൊരു തട്ട്. ഈ 2 തട്ടിൽ എവിടെയെങ്കിലും പ്രവർത്തിക്കനുസരിച്ച് മരിച്ചവർ പോയി ഇരിപ്പാണ് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. ഈശോ പാതാളത്തിൽ ഇറങ്ങി എന്ന് പറയുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിന് വിശദീകരണം നൽകി. പാതാളത്തിൽ ഇറങ്ങി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈശോയ്ക്ക് മുമ്പ് മരിച്ച എല്ലാ നീതിമാന്മാർക്കും ഈശോയുടെ കുരിശുമരണത്തിൻ്റെ വരപ്രസാദം ഈശോ ലഭ്യമാക്കി. അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്, മോശ, ഏലിയ, ജെറമിയ, ഈശോയ്ക്ക് മുമ്പ് മരിച്ച എത്രയോ നീതിമാന്മാരായ പിതാക്കന്മാരും പ്രവാചകന്മാരും ഉണ്ട്, അല്ലേ? അവർക്കെല്ലാം സ്വർഗത്തിൽ പോകാൻ അവസരം കിട്ടുന്ന എപ്പോഴേ ഉള്ളൂ? ഈശോ കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗകവാടം തുറക്കുമ്പോൾ മാത്രമേ അവർക്കും സ്വർഗത്തിൽ പോകത്തുള്ളൂ. അപ്പോൾ ഈശോയുടെ കുരിശുമരണത്തിൻ്റെ വരപ്രസാദം ഈശോയ്ക്ക് മുമ്പ് മരിച്ച എല്ലാ നീതിമാന്മാർക്കും ഈശോ സംലഭ്യമാക്കി എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നു? അപ്പോൾ പാതാളങ്ങൾ ഇറങ്ങി എന്ന് പറയുന്നതിന് 2 അർത്ഥമാണുള്ളത്. ഒന്ന്, ഈശോയുടെ മരണം സത്യമായിരുന്നു എന്ന്. രണ്ടാമതായി, ഈശോയ്ക്ക് മുമ്പ് മരിച്ച നീതിമാന്മാരായ മനുഷ്യർക്ക് ഈശോയുടെ കുരിശുമരണത്തിൻ്റെ വരപ്രസാദം ഈശോ സംലഭ്യമാക്കി എന്ന്. ഓക്കെ അച്ഛാ, ഇനി ആരാണ് ചോദിക്കുന്നത്? ബിജു സാറിന് വീണ്ടും സംശയമായി. അച്ഛാ, ഈശോ സ്വർഗത്തിലേക്ക് 40-ാം ദിവസം എടുക്കപ്പെട്ടു എന്നാണല്ലോ പറയുന്നത്. നല്ല കള്ളനെ കുറിച്ച് നമ്മൾ പങ്കുവെച്ചതാണ്. അപ്പം മരണസമയത്ത് ഈശോ നല്ല കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലായിരിക്കുമെന്ന്. അപ്പം അങ്ങനെയെങ്കിൽ ഈശോയ്ക്ക് മുന്നേ തന്നെ ഈ നല്ല കള്ളൻ പറുദീസയിൽ എത്തിയോ എന്നുള്ളൊരു സംശയം അവിടെ നിൽക്കുകയാണ് അച്ഛാ. ഈശോ 40 ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് കയറിയത്, ഇവൻ ഇന്ന് തന്നെ അങ്ങോട്ട് എത്തിയോ എന്നുള്ളതാണ്. ഓക്കെ, ഈ നല്ല കള്ളൻ വേഗത്തിലെത്തിയോ എന്നുള്ള ചോദ്യത്തിന് നമുക്കറിയാം,
പറുദീസ എന്ന് പറയുമ്പോൾ ഈശോ ഉദ്ദേശിച്ചത് യഹൂദ വിശ്വാസമനുസരിച്ചുള്ളൊരു യാഥാർത്ഥ്യമാണ് ഈശോ അവനോട് പറയുക. യഹൂദ വിശ്വാസമനുസരിച്ച് സ്വർഗവും പറുദീസായും രണ്ടും രണ്ടാണ്. പറുദീസ എന്ന് പറഞ്ഞാൽ എന്താണ്? നീതിമാന്മാരായ വ്യക്തികൾ മരിച്ചു കഴിഞ്ഞാൽ അവർ എത്തിച്ചേരുന്ന സ്ഥലം, അതാണ് പറുദീസ. അതേസമയം സ്വർഗമോ പൂർണ്ണമായും ദൈവത്തോടൊത്തായിരിക്കുന്ന അവസ്ഥ. അത് മനുഷ്യന് എത്തിച്ചേരാനുള്ള വഴിയൊന്നും യഹൂദർക്ക് അറിയത്തില്ല. അതുകൊണ്ട് നീതിമാന്മാർ മരിച്ചാൽ ദൈവത്തിൻ്റെ അടുത്ത് പോകുമെന്നല്ല അവർ വിചാരിച്ച് അബ്രാഹത്തിൻ്റെ മടിത്തട്ടിലിരിക്കും എന്നാണ്. അബ്രാഹമാണല്ലോ ഇവരുടെ എല്ലാം വല്യപ്പൻ. ആ പുള്ളിക്കാരൻ ഇങ്ങനെ വന്നിരിക്കുക, അബ്രാഹത്തിൻ്റെ അടുത്ത് പോയിരിക്കുക. മരിച്ച പൂർവികരോട് ചേരുക എന്നൊരു പദം തന്നെ അവർക്കുണ്ട്, അല്ലേ? അവൻ മരിച്ച് പൂർവികരോട് ചേർന്നു എന്നാണ് പറയുന്നത്. നീതിമാന്മാരായ അവൻ്റെ പൂർവികർ ഈ പറുദീസായിലുണ്ട് എന്നും അവരുടെ അടുക്കൽ അവൻ എത്തി എന്നുമാണ്. സ്വർഗത്തിൽ എത്തിപ്പെടാനുള്ള വഴി പഴയ നിയമത്തിലുള്ളവർക്ക് അറിയത്തില്ല. ആ വഴി അവർക്ക് മനസ്സിലായിട്ടില്ല. അത് ഈശോ വന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അപ്പോൾ ഈശോ നല്ല കള്ളനോട് പറയുന്നത് എന്താ? മകനെ, നീ നീതിമാന്മാരുടെ വാസസ്ഥലത്തെത്തും. അതിൻ്റെ അർത്ഥം എന്താ? ആ നീതിമാന്മാരെല്ലാവരും എവിടെ എത്താനുള്ളവരാ? സ്വർഗത്തിലെത്താനുള്ളവരാ. ഈശോയുടെ കുരിശിലെ ബലിയിലൂടെ തുറക്കപ്പെടുന്ന സ്വർഗത്തിലേക്ക് പ്രവേശനം കാത്തു കഴിയുന്ന നീതിമാന്മാരുടെ നിലയിൽ ഇന്നു മുതൽ നീയും ഉണ്ടാകും എന്നുള്ള വലിയ സത്യമാണ് ഈശോ അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്നോടുകൂടെ നീ എന്നോടുകൂടെ പറുദീസായിൽ എന്ന് പറയുന്നതും പ്രസക്തമാണ്. ഇനി മുതൽ നീതിമാന്മാരെവിടെയാണ്? അവരാ പറഞ്ഞ സ്ഥലത്ത് ഈശോയോടൊത്ത് ദൈവൈക്യത്തിൽ സ്വർഗത്തിലായിരിക്കുകയാണ്. ഇനി മുതൽ അവർ സ്വർഗവാസികളായി മാറ്റപ്പെടുകയാണ്. ഇനി 40 ദിവസം 30 ദിവസം 2 ദിവസം എന്നൊക്കെയുള്ള കണക്ക് അത് നമുക്ക് ഈ ഭൂമിയിലേ ഉള്ളൂ, അല്ലേ? മരിച്ച് നിത്യതയുടെ ഭാഗമാകുന്നവർക്ക് 1 ദിവസവും ഇല്ല, 2 ദിവസവും ഇല്ല, 40 ദിവസവും ഇല്ല. എല്ലാവരും നിത്യതയുടെ ഭാഗമാണ്. ആ ദിവസങ്ങളുടെ എണ്ണവും കണക്കുമൊക്കെ പലപ്പോഴും നമ്മൾ മാനുഷികമായ ഭാഷയിൽ ദൈവിക രഹസ്യങ്ങളെ മനസ്സിലാക്കുന്നതിൻ്റെ പരിമിതിയുടെ ഭാഗമായിട്ട് ഉൾക്കൊണ്ടാൽ മതി. ഓക്കെ അച്ഛാ. ഇനി ആരാണ് ചോദിക്കുക? മനോജ് സാറാണ് ചോദിക്കുന്നത്. മനോജ് സാർ ചോദിക്കും. അച്ഛാ, ഈ പൊതുവിധി വരുന്നതിന് മുമ്പ് സഭ കുറേ ആൾക്കാർ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണത്? പൊതുവിധി അവർ സ്വർഗത്തിലാണോ ഇല്ലയോ എന്ന് അറിയുന്നത്? അറിയാതെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് സഭ തീരുമാനിച്ചു എന്നുള്ളത്? പൊതുവിധി കഴിഞ്ഞിട്ടല്ലേ ഇതൊക്കെ തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് സാറിന് സംശയം. സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ ഈ വണങ്ങിയ പല പുണ്യാളന്മാരും അവിടെ ഉണ്ടാകുമോ എന്ന് സാറിനൊരു സംശയമുണ്ടല്ലേ? അത് ഈ തനത് വിധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു വ്യക്തിയുടെ മരണസമയത്ത് ദൈവം ആ വ്യക്തിയുടെ പ്രവൃത്തികൾക്കനുസൃതമായി ആ വ്യക്തിയെ വിധിക്കുകയും ആ വ്യക്തി സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തിലോ എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് തനത് വിധി. തനത് വിധിയുടെ സമയത്ത് ദൈവം ഒരു വ്യക്തി പരിപൂർണ വിശുദ്ധിയിൽ ജീവിച്ചു എന്ന് മനസ്സിലാക്കി ആ വ്യക്തിക്ക് സ്വർഗഭാഗ്യം കൽപ്പിച്ചനുവദിക്കുന്നു. അങ്ങനെ ദൈവം സ്വർഗഭാഗ്യം അനുവദിച്ചു കൊടുത്ത വ്യക്തികളെയാണ് നാം എന്തെന്ന് വിളിക്കുക? വിശുദ്ധർ എന്ന് വിളിക്കുക. ഇനി അത് നമ്മളെങ്ങനെ അറിയുക എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ബുദ്ധിപരമായ അറിവുകൊണ്ട് നേടിയതല്ല. ദൈവം തന്നെ അത് അടയാളങ്ങളിലൂടെ വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ടാണ് ഒരു വ്യക്തിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന് സ്വർഗം തന്ന അടയാളങ്ങൾ ഉണ്ടാകണം എന്ന് സഭയ്ക്ക് നിർബന്ധമുള്ളത്. ഒരു വിധത്തിലും ശാസ്ത്രീയമായി മറ്റ് രീതിയിൽ വ്യാഖ്യാനിക്കാനാവാത്ത രോഗശാന്തികൾ അവിടെ സാക്ഷ്യപ്പെടുത്തണം. ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ദൈവം നേരിട്ടിടപെട്ട് ഈ വ്യക്തിയുടെ സ്വർഗത്തിലെ സ്ഥാനം സഭയ്ക്ക് വെളിപ്പെടുത്തി തരുന്ന വ്യക്തമായ അടയാളങ്ങൾ ദൈവം തന്നെ തന്നെങ്കിൽ മാത്രമേ ആ വ്യക്തിയെ സഭ ഔദ്യോഗികമായി വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നുള്ളൂ എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കും. അതുകൊണ്ട് പൊതുവിധിക്ക് മുൻപ് വ്യക്തികൾക്ക് സ്വർഗത്തിൽ പോകാം,
തനത് വിധി ഉള്ളതുകൊണ്ട് ഈ സ്വർഗത്തിലാണ് ആ വ്യക്തി എന്ന് ദൈവം തന്നെ അടയാളങ്ങളിലൂടെ സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത്തരം വ്യക്തികളുടെ സ്വർഗപ്രവേശനത്തിൻ്റെ രഹസ്യം സഭയ്ക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനും ആ വ്യക്തിയെ വിശുദ്ധനായി വണങ്ങാനുമുള്ള അവകാശമുണ്ട്. ഒരു വ്യക്തിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന എന്താണ്? ആ വ്യക്തിയെ കൂടുതൽ ബഹുമാനിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ആ വ്യക്തിയുടെ ജീവിത മാതൃക ഇപ്പോഴുള്ള എല്ലാ വിശ്വാസികൾക്കും വരും തലമുറയിലെ വിശ്വാസികൾക്കും സ്വർഗത്തിൽ പോകാനുള്ള ഉറപ്പുള്ള ജീവിത ശൈലിയാണ് എന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് വാസ്തവത്തിൽ വിശുദ്ധ പദപ്രഖ്യാപനം എന്ന് പറയുക. അതുകൊണ്ട് വിശുദ്ധ പദവിയെ നാം ഒരിക്കലും ഒരു വ്യക്തിക്കുള്ള അംഗീകാരമായിട്ടല്ല അതിനെ മനസ്സിലാക്കുക. അത് സഭയ്ക്ക് മുഴുവനുമുള്ള ദൈവത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ്. ആ വ്യക്തിയുടെ ജീവിത മാതൃക എല്ലാ വിശ്വാസികൾക്കും അനുകരിക്കാവുന്ന കുറ്റമറ്റ ജീവിത മാതൃകയാണ് എന്നുള്ള ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ് വിശുദ്ധ പദവി പ്രഖ്യാപനം എന്നത്. ഓക്കെ അച്ഛാ, ഇനിയും ആരാണ് ചോദിക്കുക? ജീന ടീച്ചറാണ് ചോദിക്കുന്നത്, ഒറ്റത്തൈ സൺഡേ സ്കൂളിൽ. ചോദിച്ചോളൂ. അച്ഛാ, ഈശോയുടെ മരണത്തിന് മുമ്പ് മരിച്ചവർക്ക് തനത് വിധി ഉണ്ടായിരുന്നോ? അങ്ങനെയെങ്കിൽ ഈശോയുടെ മരണം വരെ അവർ എവിടെയായിരുന്നു? ജീന ടീച്ചർ ചോദിച്ച ഈ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം ഉത്തരം ഞാൻ ഇതിനു മുമ്പ് ഒരു ചോദ്യത്തിൽ പറഞ്ഞിരുന്നു അല്ലേ? അതായത് ഈശോയ്ക്ക് മുമ്പ് മരിച്ച വ്യക്തികൾ, ഈശോ നമുക്കറിയാം AD BC 3-ാം ആണ്ടിലാണ് ഈശോയുടെ ജനനം സംഭവിച്ചിരിക്കുക. ഈശോയുടെ മരണം AD 30-ലാണ്. AD 30 ആയപ്പോഴത്തേക്കും എത്രയോ ആയിരം കോടാനുകോടി മനുഷ്യർ ഈ ഭൂമിയിൽ ജനിച്ച് മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ആദം മുതലുള്ള മനുഷ്യരുടെ കണക്കെടുത്താൽ എത്രയോ കോടാനുകോടി മനുഷ്യർ മരിച്ചു. അവരുടെ രക്ഷ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പഴയ നിയമ വിശ്വാസമനുസരിച്ച് മരിച്ചവർ 2 സ്ഥലങ്ങളിലേക്ക് വേർതിരിക്കപ്പെടുന്നു. മരിച്ചവരുടെ വാസസ്ഥാനത്തിന് അത് ഭൂമിക്കടിയിലാണ് എന്നവർ വിശ്വസിച്ചു. കാരണം എന്താണ്? എല്ലാവരും ശരീരം കൊണ്ട് മണ്ണിനടിയിലാണ് കുഴിച്ചിടുന്നത്. അതുകൊണ്ട് മണ്ണിനടിയിൽ എവിടെയോ ആണ് ഇവരുള്ളത്. അതിന് 2 തട്ടുണ്ട്. നീതിമാന്മാരായ നന്മ പ്രവർത്തിച്ച് ദൈവപ്രമാണം അനുസരിച്ച് ജീവിച്ചവർ എവിടെയുണ്ട്? പറുദീസ എന്ന സ്ഥലത്തും അല്ലാത്തവർ ഗേഹന്ന എന്ന സ്ഥലത്തുമാണ്. ഇപ്രകാരം അവർ വേർതിരിക്കപ്പെടുന്നതിൻ്റെ പിന്നിലൊരു വിധിയുണ്ട് അല്ലേ? ഒരു വ്യക്തിയുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ആ വ്യക്തി പറുദീസായിലോ ഗേഹന്നായിലോ എത്തുന്നു എന്ന് യഹൂദർ വിശ്വസിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു വേർതിരിക്കലുണ്ട്, ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? തനത് വിധി എന്ന് വിളിക്കാവുന്നതാണ് അല്ലേ? അതുകൊണ്ട് ഈശോയ്ക്ക് മുമ്പ് മരിച്ചവർക്ക് തനത് വിധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ അർത്ഥത്തിൽ അവർക്കും തനത് വിധി ഉണ്ട് എന്ന് നമുക്ക് പറയാവുന്നതാണ്. രണ്ടാമത് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? അങ്ങനെയെങ്കിൽ ഈശോയുടെ മരണത്തിന് മുമ്പ് അവരെവിടെയായിരുന്നു ഉണ്ടാവുക എന്ന്. ഈശോയുടെ മരണത്തിന് ശേഷം അവരെവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രവൃത്തികൾക്കനുസൃതമായി അവർ ഒന്നുകിൽ പറുദീസ എന്ന തട്ടിലോ അതല്ല എങ്കിൽ ഗേഹന്നായിലോ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ലാസർ മരിച്ചു ഉടനെ ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു എന്ന് പറഞ്ഞു. സ്വർഗമല്ലത്. സ്വർഗം ഈശോയുടെ കുരിശുമരണത്തിലൂടെയാണ് മനുഷ്യകുലത്തിന് തുറക്കപ്പെട്ടത്. ഈശോയുടെ കല്ലറ തുറന്നപ്പോൾ ഫുൾട്ടൻ ഷീൻ്റെ സുന്ദരമായൊരു ചിന്തയുണ്ട്. ഈശോ തൻ്റെ കല്ലറ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വാസ്തവത്തിൽ ആ തുറക്കപ്പെട്ട കല്ലറ സ്വർഗത്തിൻ്റെ കവാടമായിരുന്നു. ഈശോയുടെ മരണോത്ഥാനം പൂർത്തീകരിച്ചപ്പോൾ സ്വർഗം തുറന്നു. അതുകൊണ്ട് ഉത്ഥാനം എന്നത് സ്വർഗം തുറക്കുന്ന അത്ഭുതം സംഭവിക്കുകയായിരുന്നു എന്നാണ്
ഷീൻ മെത്രാൻ്റെ വ്യാഖ്യാനം. അത് വളരെ അർത്ഥപൂർണമായ ഒരു വ്യാഖ്യാനം. ഈശോയുടെ മരണ നിമിഷത്തിൽ തന്നെ സ്വർഗം തുറക്കപ്പെടുന്നില്ലേ? ഉദ്ധാന നിമിഷത്തിലല്ലല്ലോ. ടീച്ചറിൻ്റെ ആ ചോദ്യവും വളരെ പ്രസക്തമാണ്. വളരെ ദൈവശാസ്ത്രപരമായൊരു ചോദ്യമാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ്റെ ഭാഷ്യമനുസരിച്ചാണെങ്കിൽ ഈശോയുടെ മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും പന്തക്കുസ്തായും എല്ലാം സംഭവിക്കുന്ന എവിടെയാണ്? കുരിശേൽ ഈശോ മരിക്കുന്ന നിമിഷത്തിൽ തന്നെയാണ്. ഇതര സുവിശേഷങ്ങളിൽ അത് വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഈശോ തലചായ്ച്ച് ആത്മാവിനെ നൽകി, കുരിശും ചുവട്ടിലുള്ളവർക്ക് നൽകി. അത് പന്തക്കുസ്ത ആയിട്ടാണ് വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിക്കുക. അതുകൊണ്ട് ടീച്ചറിൻ്റെ ഈ ചോദ്യം മനസ്സിലാകണമെങ്കിൽ കൂടുതൽ ആഴത്തിൽ നിങ്ങൾ ചിന്തിക്കണം. അതായത് ഈശോയുടെ മരണസമയത്താണോ ഉത്ഥാന സമയത്താണോ സ്വർഗം തുറന്നത് എന്ന് ചോദിച്ചാൽ, ദൈവീക പദ്ധതിയിൽ ഈശോയുടെ മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും പരിശുദ്ധാത്മാഗമനവും ഒക്കെ ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന സത്യം തന്നെയാണ്. അതിനെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവം വെളിപ്പെടുത്തി തരുന്ന സമയദൈർഘ്യങ്ങളാണ് പലപ്പോഴും ഈ 40 ദിവസത്തെ കാര്യങ്ങൾ. 40 ദിവസം ഈശോ ഭൂമിയിലുണ്ടായിരുന്നു, 40-ാം ദിവസം കയറിപ്പോയി, 10 ദിവസം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള ദിവസം യാത്ര 5 ദിവസം നീണ്ടതാണ്. കാരണം 5 ദിവസം അങ്ങോട്ടേക്കും, അവിടെ ചെന്ന് കഴിഞ്ഞ് 5 ദിവസം ഇങ്ങോട്ടേക്കും, അങ്ങനെയൊക്കെ നമ്മൾ കണക്ക് കൂട്ടാൻ തുടങ്ങുമ്പോഴാണ് അത് നമ്മൾ നിത്യസത്യങ്ങളെ മനസ്സിലാക്കാൻ ഭൗമിക ഭാഷയിൽ ഉള്ള പരിമിതിയാണ് വാസ്തവത്തിൽ ഇവിടെ സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് ദൈവശാസ്ത്രം എപ്പോഴും ഉപയോഗിക്കുന്നത് ഈശോയുടെ മരണമെന്നോ ഉത്ഥാനമെന്നോ അല്ല പറയുക, ക്രിസ്തു സംഭവം, പാസ്കൽ മിസ്റ്ററി, ദ ക്രൈസ്റ്റ് ഈവൻറ്റ് എന്നൊക്കെയാണ് ദൈവശാസ്ത്രം അത് ഉപയോഗിക്കുക. എന്താണ്? ഈശോയുടെ മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിൻ്റെ വരവ്, അതുവരെയുമുള്ള ഒരൊറ്റ രഹസ്യം എന്ന അർത്ഥത്തിലാണ് ക്രിസ്തു സംഭവം എന്ന പദം ദൈവശാസ്ത്രം ഉപയോഗിക്കുന്നതിൻ്റെ പിന്നിൽ തന്നെ ഈ ഒരു സമയം എപ്പോൾ എന്നുള്ള ആ ഒരു അർത്ഥശങ്ക ഒഴിവാക്കാൻ വേണ്ടിയുള്ള പദമാണ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വിഷയത്തിൻ്റെ തുടർച്ചയുമായി മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.